നമസ്കാരം. മലബാറിൻ്റെ തെയ്യപ്പെരുമയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. തീച്ചാമുണ്ടി അഥവാ ഒറ്റപ്പാലം. തീയിൽ ചവിട്ടി തീയിൽ നൃത്തം ചെയ്ത് തീയെ തന്നെ കീഴടക്കുന്ന ഒരു ദൈവരൂപം. വിഷ്ണുമൂർത്തിയുടെ ഈ അഗ്നിപ്രവേശനത്തിന് പിന്നിൽ പാലന്തായി കണ്ണനെന്ന തീയച്ചക്കൻ്റെ കരളെരിയിപ്പിക്കുന്ന വേദന നിറഞ്ഞ ഒരു കഥയുണ്ടെന്ന് എത്ര തെയ്യപ്രേമികൾക്കറിയാം. നീലേശ്വരൻ രാജാവിൻ്റെ പടനായറായ കുറുവാട്ടുകുറുപ്പിൻ്റെ കന്നുകാലികളെ നോക്കി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനായിരുന്നു കണ്ണൻ. ഒരിക്കൽ വയലിലൂടെ പോകുമ്പോൾ കണ്ണന് നല്ല വിശപ്പ് തോന്നി. കുറുപ്പിൻ്റെ പറമ്പിൻ്റെ മാവിൽ നിന്ന് ഒരു മാങ്ങ കണ്ണൻ പറിച്ചെടുത്തു. അത് യാദൃച്ഛികമായി തറവാട്ടിലെ പ്രഭുകുമാരിയുടെ ദേഹത്ത് പതിച്ചു. കണ്ണൻ തന്നെ മാങ്ങ കൊണ്ട് എറിഞ്ഞതാണെന്ന് അവൾ പരാതിപ്പെട്ടു. കുറുപ്പ് കണ്ണനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ശിക്ഷ ഭയന്ന് കണ്ണൻ നാടുവിട്ടു. അങ്ങനെ മംഗലാപുരത്തെത്തിയ കണ്ണന് അവിടെ ഒരു വൃദ്ധയായ സ്ഥൂല സ്ത്രീ അഭയം നൽകി. അവർ ഒരു തികഞ്ഞ വിഷ്ണു ഭക്തയായിരുന്നു. അവരുടെ പൂജാമുറിയിൽ നരസിംഹമൂർത്തിയെ ആരാധിച്ചിരുന്നു. കണ്ണനും അവിടെ ഭക്തിയോടെ കഴിഞ്ഞു. അങ്ങനെ ഏറെക്കാലത്തിന് ശേഷം കണ്ണൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തി. പോരുമ്പോൾ ഭക്തനായ കണ്ണൻ്റെ കൂടെ നരസിംഹമൂർത്തിയും ചുരികപ്പുറത്തേറി അനുഗമിച്ചു. എന്നാൽ അവൻ്റെ ആ മടങ്ങിവരവ് അവസാന യാത്രയായി മാറുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. കണ്ണൻ നാട്ടിലെത്തിയ വിവരമറിഞ്ഞ് കുറുവാട്ടുകുറുപ്പ് കണ്ണനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. കദളിക്കുളത്തിൽ വെച്ച് പാലന്തായി കണ്ണൻ ക്രൂരമായി കൊല്ലപ്പെട്ടു. കണ്ണൻ്റെ മരണം അവിടം കൊണ്ട് അവസാനിച്ചില്ല. കണ്ണൻ്റെ മരണത്തിന് ശേഷം കുറുവാട്ട് തറവാട്ടിൽ പലവിധ ദുരിതങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കാൻ തുടങ്ങി. കണ്ണനോടൊപ്പം വന്നത് സാധാരണ മനുഷ്യശക്തിയല്ല, കണ്ണനോടൊപ്പം നരസിംഹമൂർത്തിയുടെ ദൈവിക ശക്തിയും ഉണ്ടായിരുന്നുവെന്നും കണ്ണൻ്റെ വധത്തിൽ ക്രുദ്ധനായ ഭഗവാൻ കുറുവാട്ട് തറവാടിനും പരിസരത്തിനും നാശം വരുത്തിയെന്നും കഥയിൽ പറയുന്നു. ഭയന്ന കുറുപ്പും നാട്ടുകാരും ജ്യോത്സ്യനെ സമീപിച്ചു. കണ്ണനോടൊപ്പം വന്നത് നരസിംഹമൂർത്തിയുടെ സാന്നിധ്യമാണെന്ന് ജ്യോത്സ്യൻ അറിയിച്ചു. തുടർന്ന് നരസിംഹമൂർത്തിക്ക് ക്ഷേത്രവും തെയ്യക്കോലവും സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. അങ്ങനെ നീലേശ്വരം കോട്ടപ്പുറത്ത് വൈകുണ്ഠക്ഷേത്രം സ്ഥാപിക്കുകയും നരസിംഹമൂർത്തിയെയും പാലന്തായി കണ്ണനെയും പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. എന്നാൽ കുറുവാട്ടുകുറുപ്പിൻ്റെ മനസ്സിലെ അഹങ്കാരം പൂർണ്ണമായി മാറിയില്ല. നരസിംഹമൂർത്തിയുടെ ശക്തി യാഥാർത്ഥ്യമാണോ എന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പാലായി പരപ്പേരെന്ന മലയ സമുദായത്തിലെ മുതിർന്നയാളോട് നരസിംഹമൂർത്തിയുടെ തെയ്യം കെട്ടിയാടി തീയിൽ നൃത്തം ചെയ്യാൻ കുറുപ്പും കൂട്ടരും ആവശ്യപ്പെട്ടു. അവിടെ നിന്നാണ് ഈ ചാമുണ്ടിയുടെ ഏറ്റവും അത്ഭുതകരമായ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. ഭഗവാൻ വിഷ്ണു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർണ്ണരൂപവും വെള്ളിരൂപവും കാണിച്ചു അവതരിച്ച് തെയ്യം കെട്ടാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ പരപ്പൻ തനിക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞു. അവസാനം കുഴിത്തോല കൊണ്ടുള്ള രൂപം കാണിച്ചപ്പോൾ അതിൽ തെയ്യം കെട്ടിയാടാമെന്ന് പരപ്പൻ സമ്മതിച്ചു. തുടർന്ന് വലിയൊരു കനൽ കൂമ്പാരം ഒരുക്കി നരസിംഹമൂർത്തിയുടെ ശക്തിയെ പരീക്ഷിക്കാനായി തീയിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കുരുത്തോല ധരിച്ച തെയ്യം കനലിലേക്ക് പ്രവേശിക്കുകയും തീയിൽ നൃത്തം ചെയ്യുകയും ചെയ്തു. പാരമ്പര്യത്തിൽ 101 തവണ തീയിൽ പ്രവേശിച്ച് അഗ്നിയെ കീഴടക്കിയെന്നാണ് പറയുന്നത്. ഇതോടെയാണ് തീയെ അതിജീവിക്കുന്ന നരസിംഹമൂർത്തിയുടെ ഈ രൂപമാണ് തീച്ചാമുണ്ടി അഥവാ ഒറ്റക്കോലം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീച്ചാമുണ്ടിയുടെ ഒറ്റക്കോലത്തിൽ തീയിലേക്കുള്ള പ്രവേശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഭയഭക്തി ജനിപ്പിക്കുന്നതുമായ ചടങ്ങ്. നരസിംഹാവതാരത്തിൻ്റെ ഉഗ്രതയും പാലന്തായി കണ്ണൻ്റെ കഥയും ഈ പാരമ്പര്യത്തിൽ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നു. അങ്ങനെ കണ്ണൻ്റെ സ്മരണയും നരസിംഹമൂർത്തിയുടെ ശക്തിയും തെയ്യാരാധനയിൽ ഒന്നായി. ഇതോടെയാണ് വിഷ്ണുമൂർത്തി, നരസിംഹമൂർത്തി, തീച്ചാമുണ്ടി, ഒറ്റക്കോലം എന്നീ പേരുകളിൽ പല പ്രദേശങ്ങളിലും തെയ്യം കെട്ടിയാടപ്പെട്ടത്. ഇത് വെറും തീയിൽ ചാടുന്ന ഒരു ആചാരമല്ല, ഭക്തിയുടെയും ശക്തിയുടെയും അനീതിക്കെതിരെയുള്ള ദൈവിക പ്രതികാരത്തിൻ്റെയും നരസിംഹമൂർത്തിയുടെ ഉഗ്രഭാവത്തിൻ്റെയും പ്രതീകമായാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. പാലന്തായി കണ്ണൻ്റെ ജീവിതം ഒരു സാധാരണ മനുഷ്യൻ്റെ കഥയായിരുന്നെങ്കിൽ അവൻ്റെ മരണം ഒരു പുതിയ ദൈവവിശ്വാസത്തിൻ്റെ തുടക്കമാണ്. ഇന്ന് മലബാറിലെ കാവുകളിൽ തീച്ചാമുണ്ടി ഒറ്റക്കോലം അരങ്ങേറുമ്പോൾ തീയിൽ കാണുന്നത് അഗ്നിയെ മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഐതിഹ്യത്തിൻ്റെ ഓർമ്മ കൂടിയാണ്.
പാലന്തായി കണ്ണൻ്റെ കഥ. നരസിംഹമൂർത്തിയുടെ ഉഗ്രശക്തി അഗ്നിയെ കീഴടക്കുന്ന തീച്ചാമുണ്ടി. ഇതാണ് മലബാറിൻ്റെ മണ്ണിൽ ഇന്നും ജീവിക്കുന്ന ഒറ്റക്കോലത്തിൻ്റെ ഐതിഹ്യം. പറയുമ്പോൾ ഇതിനോട് ചേർത്ത് പിടിക്കേണ്ട മറ്റൊരു കഥയുണ്ട്. ഹിരണ്യകശിപുവിനെ വധിക്കുവാൻ മഹാവിഷ്ണു നരസിംഹാവതാരമെടുത്തു. അത് ഒരു ത്രിസന്ധ്യാസന്ധ്യ നേരത്ത് തൂണ് പിളർന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചപ്പോൾ 3 ലോകങ്ങളും തരിച്ചു നിന്നു. വിഷ്ണു ഭഗവാനെ വാഴ്ത്തിപ്പാടി. എന്നാൽ അഗ്നിദേവൻ മാത്രം ഇതിനെ നിസ്സാര കാര്യമാക്കി കണ്ടു മാറി നിന്നു. അഗ്നിദേവൻ്റെ അഹങ്കാരം തീർക്കാൻ മഹാവിഷ്ണു ജ്വലിക്കുന്ന അഗ്നിദേവൻ്റെ മേലിൽ ചാടി മർദ്ദിച്ച് ചാരമാക്കിയതിൻ്റെ പുനരാവിഷ്കാരമാണ് ഒറ്റക്കോലം എന്നും പറയുന്നു. പാലന്തായി കണ്ണന് വിഷ്ണുമൂർത്തിയായി കുറുവാട്ടുകുറുപ്പിനെ ഹിരണ്യകശിപുവായും സങ്കല്പിക്കുന്നവരുമുണ്ട്. ഇതാണ് മലബാറിൻ്റെ മണ്ണിൽ ജീവിക്കുന്ന ഒറ്റക്കോലത്തിൻ്റെ ഐതിഹ്യം. നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ അത് ഉപകരിക്കും.